परमेश्वर पिता को धन्यवाद देते हैं आज के इस पवित्र पुनरुत्थान के दिन के लिए। ഈ വിശുദ്ധ ദിവസത്തിനായി കർത്താവായ നമ്മളുടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുകയാണ്. हर दिन परमेश्वर हमारे लिए नया है और वो कभी पुराना नहीं होता। ഒരു ദിവസം പോലും കർത്താവിന്റെ വഴികൾ പഴയതാകുന്നില്ല. എപ്പോഴും പുതുമയിൽ നടത്തുന്ന കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദി പറയാം. और हम सब परमेश्वर की भक्ति और आराधना इसलिए करते हैं जिससे कि परमेश्वर के साथ हमारा आमना सामना हो और वह हमारे साथ चलना और फिरना शुरू करे। ഓരോ പ്രാവശ്യവും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വരികയും ആരാധിക്കുകയും ചെയ്യുവാൻ കാര്യം നമ്മൾക്ക് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയും ജീവിതത്തിൽ അതിന്റെ പുതുക്കവും ഉണ്ടാകുവാൻ അത് നല്ല അനുഭവമാണ്. और जब कभी परमेश्वर अपने लोगों के साथ में व्यवहार करते हैं तो उसकी महिमा की छतरी हम सबको पूर्ण रीति से ढांक लेती है. നമ്മൾ എപ്പോഴെങ്കിലും കർത്താവിനെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ കൂടി വന്നാൽ കർത്താവിന്റെ വിരിച്ചു വെച്ചിരിക്കുന്ന സാന്നിധ്യം പോലെ നമ്മുടെ മീതെ പകർന്നു വരുന്ന ദൈവകൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. और जो महिमा होती है वह भौतिक परिस्थितियों को बदलना शुरू कर देती है. നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന തേജസ്സും മഹത്വവും നമ്മളുടെ ജീവിത അനുഭവങ്ങളെ തന്നെ മാറ്റിമറിക്കുവാൻ ശക്തമാണ് എന്ന് മറക്കരുത്. जैसे कि 2 Corinthians chapter 4 and verse 4 में बाइबल कहती है, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നത് इस പോലെ, संसार के ईश्वर ने, द किंग ऑफ दिस वर्ल्ड, ഈ ലോകത്തിന്റെ പ്രഭു, इस संसार में एक ईश्वर है, ഈ ലോകത്തിന് ഒരു പ്രഭുവുണ്ട്, जिसने इस संसार को अपने नियंत्रण में रखा है. ഈ ലോകത്തെ അവന്റെ നിയന്ത്രണത്തിൽ സൂക്ഷിക്കുവാൻ जब പരിശ്രമിക്കുന്നു. कभी परमेश्वर अपने लोगों के बीच में आते हैं എങ്കിൽ എപ്പോഴെങ്കിലും കർത്താവ് തന്റെ ജനത്തെ സന്ദർശിക്കുവാൻ ആഗ്രഹിച്ചാൽ तो इस संसार के ईश्वर के राज्य में अफरा तफरी मच जाती है. അപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിന്റെയും അവന്റെ സ്വാധീനത്തിന്റെയും വലയത്തിൽ വലിയ ചലനങ്ങൾ തകർച്ചയ്ക്കായി ഉണ്ടാകും. क्योंकि हमारा परमेश्वर जो सेनाओं का यहोवा है, കാര്യം നമ്മൾ സേവിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയായ ദൈവം हमारे बिहाफ में खड़ा हो जाता है. നമ്മൾക്ക് വേണ്ടി എഴുന്നേറ്റ് और നിൽക്കുന്നവനാണ്. जब वो खड़ा हो जाता है तो अंधकार की शक्तियों के राज्य में गड़बड़ी पैदा हो जाती അങ്ങനെ है. നമ്മൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ശത്രുക്കൾ ചിതറിമാറും. इसलिए परमेश्वर का उसके लोगों से मुलाकात करना एक सबसे आवश्यक आत्मिक घटनाएं हैं जो भौतिक परिस्थितियों को बदल देती है. അതുകൊണ്ട് ദൈവം തന്റെ ജനത്തോട് ഒത്തൊരുമിച്ച് വന്ന് ചേർന്ന് വസിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. അത് നമ്മുടെ സാഹചര്യങ്ങളെ പോലും और ऐसा कुछ भी नहीं जो परमेश्वर के कंट्रोल से बाहर है. അതുകൊണ്ട് ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ പുറത്ത് ഒന്നുമില്ല എന്ന് സഭ ഉറക്കട്ടെ. चाहे वो सकारात्मक हो या नकारात्मक हो, एवरीथिंग इज अंडर द कंट्रोल ऑफ അത് गॉड. നന്മയ്ക്കെന്നും തിന്മയ്ക്കെന്നും നമ്മൾ എന്ത് വിചാരിച്ചാലും സകലതും കർത്താവിന്റെ നിയന്ത്രണത്തിൽ അത്രേ. परंतु परमेश्वर को हमारे जीवन के ऊपर में हस्तक्षेप करने के लिए हमें परमेश्वर के हृदय को समझना सबसे बड़ी जरूरत എങ്കിലും होती है. ദൈവത്തിന്റെ കരം നമ്മൾക്ക് വേണ്ടി ചലിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തന രീതികൾ നമ്മൾ ഗ്രഹിക്കണം, അത്യാവശ്യമാണ്. और परमेश्वर जब कभी कोई काम करना चाहते हैं, कोई हस्तक्षेप करना चाहते हैं, तो वे अपनी बातें अपने भक्तों के हृदय में वचन के द्वारा प्रकट करते हैं. അതുകൊണ്ട് ദൈവം ഒരു പ്രവൃത്തി ആരംഭിക്കുവാൻ, ദൈവ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സമയമാകുമ്പോൾ തന്റെ ദാസന്മാരുടെ ഹൃദയത്തിൽ ദൈവവചനത്തിൽ കൂടെ ദൈവം ആലോചനകൾ പകർന്നു തുടങ്ങും. आमोस नबी की किताब के 3 अध्याय के 7वें पद में बाइबल कहती है, ആമോസ് പ്രവചനം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, वह अपने भक्तों के हृदय में अपना मर्म प्रकट किए बिना कुछ नहीं करता है. ദൈവം തന്റെ ദാസന്മാരുടെ ഹൃദയത്തിൽ ദൈവിക ആലോചനകൾ അറിയിക്കാതെ ദൈവം ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാറില്ല. वचन का प्रसार सबसे पहली जरूरत होती ദൈവത്തിന്റെ है. വചനത്തിന്റെ ശുശ്രൂഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു और ശുശ്രൂഷയാണ്. जब हम उसको विश्वास में ले आते हैं, എങ്കിലും അത് നമ്മൾ വിശ്വസിച്ച് ആരംഭിക്കുമ്പോൾ, और जब हम परमेश्वर से प्रार्थना करके उस वचन को अपने जीवन में पूरा होने के लिए अनुमति देते हैं, പ്രാർത്ഥിച്ച് നമ്മൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായി വിട്ടുകൊടുക്കുമ്പോൾ, तब घटनाएं घटने लगती हैं. അപ്പോൾ സംഭവങ്ങൾ ആരംഭിക്കും. भविष्य में भी परमेश्वर बहुत सी घटनाओं को घटित करना चाहता है. ഭാവിയിലും ദൈവം അനേക കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. जितने लोगों की आंखें, आत्मिक आंखें खुली हुई हैं, वे प्रभु यीशु मसीह के आगमन के लिए इंतजार कर रहे हैं. ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ട ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടവർ കർത്താവിന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുകയാണ്. यदि दुनिया के अंदर में जहां कहीं भी जागृति आई है, ലോകത്തിന്റെ പല തലങ്ങളിൽ ഉണർവുകൾ ആരംഭിച്ചു തുടങ്ങിയെങ്കിൽ, उसकी शुरुआत को यदि हम बारीकी से देखें, അതിന്റെ ആരംഭങ്ങളെ നമ്മൾ വീക്ഷിച്ചാൽ, तो लोगों ने परमेश्वर के, प्रभु यीशु मसीह के दूसरे आगमन के संदेश को देना शुरू किया है.
കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള സന്ദേശം നൽകുവാൻ അനേക സ്ഥലങ്ങളിൽ അനേകർ ആരംഭിച്ചു. चाहे वो चाइना की रिवाइवल हो, ഒരുപക്ഷേ ചൈനയിൽ നടക്കുന്ന चाहे ഉണർവായിരിക്കും, अमेरिका के अजूजा स्ट्रीट की रिवाइवल हो, അമേരിക്കയിൽ നടന്ന അസൂസ സ്ട്രീറ്റിലെ ഉണർവായിരിക്കും, चाहे वेस्ली के द्वारा आने वाली जागृति जो वेलस में आई थी, വാലസിൽ വെസ്ലി മുഖാന്തരം ഉണ്ടായ ഒരു ഉണർവായിരിക്കും. जब जब लोगों ने यीशु मसीह के दूसरे आगमन का चिंतन किया, എവിടെയെങ്കിലും ജനം കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ചിന്തിക്കുവാൻ ആരംഭിച്ചെങ്കിൽ वे अपने जीवन की तैयारी में जुट गए हैं. അവർ അവരുടെ ജീവിതത്തെ ഒരുക്കുവാൻ ഒരു തയ്യാറായി. जब जब हम यीशु के दूसरे आगमन की तैयारी में अपने आप को तैयार किए हैं, കർത്താവിന്റെ മടങ്ങിവരവിനായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചു തുടങ്ങുമ്പോൾ जागृति ने अपना स्थान ले लिया है. ഉണർവിന് അടിസ്ഥാനമായി കഴിഞ്ഞു. और आज भारी संख्या में परमेश्वर के वे लोग जिनके मन की आत्मिक आंखें खुल गई हैं, ഇന്ന് അനേകർ അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിരിക്കുകയാൽ वे प्रभु यीशु मसीह के दूसरे आगमन की तैयारी में जुटे അവർ हुए हैं. കർത്താവിന്റെ മടങ്ങിവരവിന്റെ ഒരുക്കത്തിനായി അവരെ തന്നെ ക്രമീകരിക്കുകയാണ്. क्योंकि यीशु के दूसरे आगमन की तैयारी हमारे लिए अनुशासन पैदा कर देती है. കാര്യം കർത്താവിന്റെ മടങ്ങിവരവിന് വേണ്ടിയുള്ള നമ്മുടെ ഹൃദയത്തിന്റെ ഒരുക്കം നമ്മുടെ ജീവിതത്തെ ധാരാളം സ്വാധീനിക്കും. हम अपने जीवन की अंदरूनी तैयारियां शुरू कर देते നമ്മളുടെ हैं. അകത്ത് ആരും കാണാത്ത തലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുവാനും നമ്മളെ തന്നെ ക്രമീകരിക്കുവാൻ ആരംഭിക്കും. जितने लोगों ने यीशु मसीह के दूसरे आगमन के सत्य का बहिष्कार किया है, वे अपने जीवन को परमेश्वर के सामने तैयारी के लिए लापरवाह हो गए हैं. അങ്ങനെ കർത്താവിന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്നവർ അവരുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും അതിനായി ഒരുക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. सारी दुनिया एक दूसरे आगमन का इंतजार कर रही ഈ है, ലോകം മുഴുവൻ രണ്ടാമത്തെ കർത്താവിന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുകയാണ്. परंतु यीशु के दूसरे आगमन के पहले कलीसिया की तैयारी के लिए परमेश्वर ने अंतिम दिनों की जागृति को रखा हुआ है. എങ്കിലും അന്ത്യകാലത്ത് സഭ ഉണരുവാൻ ദൈവത്തിന്റെ കരങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാൻ ഒക്കെയും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. एंड टाइम रिवाइवल, അന്ത്യകാലത്തുള്ള ഉണർവ്, പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം, सारे लोगों को एक नए अभिषेक की कल्पना है. എല്ലാവർക്കും ഒരു പുതിയ അഭിഷേകത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. इसको बेस बनाते हुए हम कुछ समय बाइबल में से अध्ययन ഇത് करेंगे. അടിസ്ഥാനമാക്കിക്കൊണ്ട് ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിക്കാൻ जकरिया की പോകുകയാണ്. किताब और उसका യെരമ്യാവിന്റെ चौथा പ്രവചനം अध्याय 4-ാം അധ്യായം और उसके दूसरे पद में हम पढ़ते അതിന്റെ हैं. 2-ാം വചനത്തിൽ നമ്മൾ വായിച്ചു और उसने കേൾക്കുന്നത്, मुझसे कहा मैंने कहा एक दीवट है जो संपूर्ण सोने का है और उसका कटोरा उसकी चोटी पर है വായിച്ചാട്ടെ. और 4-ാം उस അധ്യായം पर 2-ാം വാക്യം മുതൽ. 7 दीपक हैं और उसके ऊपर बत्ती के लिए 7 नालियां हैं. Come on. യെരമ്യാ പ്രവചനം 4-ാം അധ്യായം 2 മുതൽ. तीसरे पद में जब तक हम पढ़ लेते हैं, और दीवट के पास जलपाई के 2 वृक्ष हैं, एक कटोरे के दाहिने ओर और दूसरा उसके बाएं ओर. 3rd वर्ष से पढ़ेंगे. 3-ാം വാക്യം വായിച്ചാൽ, യഹോവയാണ് എന്ന് നീ പരമാർത്ഥമായും ന്യായമായും നീതിയായും സത്യം ചെയ്യുകയും ജാതികൾ അവനിൽ തങ്ങളെ തന്നെ അനുഗ്രഹിച്ച് അവനിൽ പുകഴുകയും ചെയ്തു. Zechariah chapter 4, Zechariah chapter 4 and verse 3. സെക്കറിയ പ്രവചനം 4-ാം അധ്യായം 3-ാം വാക്യം. दीवट के पास जलपाई के 2 वृक्ष हैं. സെക്കറിയ പ്രവചനം 4-ാം അധ്യായം 3-ാം വാക്യം. 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലത്തുഭാഗത്തൊന്നും ഇടത്തുഭാഗത്തൊന്നും ഇങ്ങനെ 2 ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. जलपाई के 2 वृक्ष की चर्चा यहाँ बाइबल करती ഒലിവിന്റെ है. 2 വൃക്ഷങ്ങളെ കാണുവാൻ സാധിക്കും. तब जकरिया को दूत ने पूछा ये क्या हैं? അപ്പോൾ സെക്കറിയാവിനോട് ദൂതൻ ചോദിക്കുകയാണ്, तब ഇതെന്ത്? जकरिया ने कहा मुझे इसके बारे में कोई आइडिया नहीं സെക്കറിയ है. പറയുന്നത് എനിക്ക് കുറിച്ച് ഒരു മനസ്സിലാകുന്നില്ല, ഒന്നും तब പിടികിട്ടുന്നില്ല. दूत उसे इस प्रकार से 6वें पद में कहते हैं, അപ്പോൾ 6-ാം വാക്യത്തിൽ ദൂതൻ പറയുന്ന മറുപടി तब उसने ശ്രദ്ധിക്കുക. मुझको उत्तर देकर के कहा जरुब्बाबेल के लिए यहोवा के यह वचन है, അപ്പോൾ ദൂതൻ പറയുന്ന വാക്കിതാണ്, ജെറുബ്ബാബേലിനോടുള്ള ദൈവത്തിന്റെ ना तो അരുളപ്പാടിലാകുന്നു. बल से न शक्ति से परंतु मेरी आत्मा के द्वारा. സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ അത്രേ. मुझे यहोवा की ओर से यही वचन है. യഹോവയിൽ നിന്നും ഉള്ള അരുളപ്പാടിതത്രേ. हे बड़े पहाड़ तू क्या है? യെരുബ്ബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ जरुब्बाबेल के सामने तू मैदान हो जाएगा നീ സമനിലമായി മാറും. और चोटी का पत्थर पुकारते हुए आएगा. അത് കൃപ എന്നുള്ള ആർപ്പോടെ നീ ആണിക്കല്ല് കയറ്റി. अनुग्रह हो अनुग्रह. കൃപ सारा संसार एक समय अनुग्रह की लालसा करेगा. ഒരു ദിവസം കൃപ എന്നുള്ള ആർപ്പ് വിളി ഉയരുവാൻ പോകുകയാണ്. 8th verse में बाइबल कहती है,
फिर 8th बस, 8ാം വാക്യത്തിൽ यहोवा का यह वचन मेरे पास पहुंचा, യഹോവയുടെ വചനം അരുളി ചെയ്തത്, जरुब्बाबेल ने अपने हाथ से भवन की नींव डाली है യെരുബ്ബാബേൽ തന്റെ കരങ്ങളാൽ അടിസ്ഥാനമിട്ടു, और वही अपने हाथ से उसको तैयार भी करेगा। തന്റെ കരത്താൽ തന്നെ അത് പൂർത്തീകരിച്ചു. जरुब्बाबेल ने कलीसिया की नींव डाली है, യെരുബ്ബാബേൽ ഇതാ ആലയത്തിന്റെ അടിസ്ഥാനമിട്ടു, और वही वह कलीसिया को उस स्थान तक पहुंचाएगा जहां प्रभु यीशु मसीह उसको अपने साथ ले जाएगा। ആലയം അതിന്റെ പണിയുടെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുവാൻ ദൈവം തന്നെ പ്രയോജനപ്പെടും. And the 10th verse बाइबल कहती है 10ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, कि किसने छोटी बात के दिन को तुच्छ जाना, यहोवा अपनी 7 आंखों से पृथ्वी पर दृष्टि करके साहुल को जरुब्बाबेल के हाथ में देगा। ആരംഭ ദിവസങ്ങളെ തുച്ഛീകരിക്കുന്നവൻ ആർ? ചുരുങ്ങിയ ആരംഭങ്ങളെ തുച്ഛീകരിക്കുന്നതാർ? ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു. 7 आंखें, 7 കണ്ണുള്ളവൻ, 7 आंखें, 7 കണ്ണുള്ളവൻ, 7 आंखें, 7 കണ്ണുകൾ. ये 7 आंखें क्या हैं? ഈ 7 കണ്ണുകൾ എന്താണ്? यदि आप प्रकाशित वाक्य की किताब और 5:8 में बुक ऑफ रेवलेशन चैप्टर 5 and verse 8 में यदि हम पढ़ें, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം വായിച്ചാൽ, तो उस बद्ध किए हुए मेमने के बारे में लिखा है उसकी 7 आंखें हैं। അവിടെ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെയും 7 കണ്ണുകളെ കുറിച്ച് വായിക്കുവാൻ സാധിക്കും. परमेश्वर 7 आंखों के द्वारा वर्ल्ड वाइड व्यू को एक प्लम लाइन में तूक कट्टा में ला करके फाइनलाइज कर देता है। ഈ കർത്താവ് തന്റെ ലോകത്തെ മുഴുവൻ വീക്ഷിക്കുന്ന ആ 7 കണ്ണുകൾ നിമിത്തം ഒരു തൂക്കുകട്ടയാൽ ലോകത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കാണുവാൻ സാധിക്കും. ये कोई अमेरिकन डॉक्ट्रिन, इंडियन डॉक्ट्रिन और ऑस्ट्रेलियन डॉक्ट्रिन नहीं होगी यीशु मसीह के आने के पहले। യേശു കർത്താവിന്റെ മടങ്ങിവരവിന് മുൻപേ അമേരിക്കൻ ഡോക്ട്രിൻ, ഓസ്ട്രേലിയൻ ഡോക്ട്രിൻ, വ്യത്യസ്ത രാജ്യങ്ങളുടെ ഉപദേശങ്ങളല്ല. जब प्रभु यीशु मसीह आएगा കർത്താവായ യേശു കർത്താവിന്റെ तो जो अंत के മടങ്ങിവരവിൽ दिनों की जो जागृति शुरू होगी, ഉണർവിന്റെ ആരംഭങ്ങൾ നമ്മൾ കാണുമ്പോൾ जितने भी सिद्धांत एंड डॉक्ट्रिन्स हैं वे सब पवित्र आत्मा के सामने सबमिट हो जाएंगे। എല്ലാ ഉപദേശങ്ങളും പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ കീഴടങ്ങും. एक ही सिद्धांत होगा, ഒരു ഉപദേശം एक മാത്രം, ही अंडरस्टैंडिंग होगी, ഒരു തിരിച്ചറിവ് മാത്രം. क्योंकि परमेश्वर 7 आंखों से देखने के बाद एक प्लम लाइन तैयार കാര്യം करेगा, കർത്താവ് 7 കണ്ണുകളാൽ ശ്രദ്ധിക്കുകയും ഒരു തൂക്കുകട്ട പിടിക്കുകയും और ചെയ്യും. उस प्लम लाइन को वह जरुब्बाबेल के हाथ में दे देगा। ആ പ്ലം ലൈൻ, ആ തൂക്കുകട്ട യെരുബ്ബാബേലിന്റെ കയ്യിൽ ഏൽപ്പിക്കും. परंतु जरुब्बाबेल 2 महत्वपूर्ण सेवकों को तैयार करेगा। എങ്കിലും യെരുബ്ബാബേൽ 2 പ്രധാനപ്പെട്ട ശുശ്രൂഷകന്മാരെ 11th वर्ष में बाइबल कहती है, 11ാം വാക്യത്തിൽ तब കാണുന്നു, मैंने उससे पूछा कि ये 2 जलपाई के वृक्ष क्या ഈ हैं, 2 ഒലിവ് വൃക്ഷങ്ങൾ എന്ത് എന്ന് ഞാൻ और ചോദിച്ചു. 2 दीवट के दाहिने बाएं ओर खड़े रहते हैं। ഈ വിളക്കിന്റെ ഇരുവശത്തും നിൽക്കുന്നത്. फिर मैंने उससे दूसरे बार पूछा ये जलपाई की 2 डालियां क्या हैं, ഈ ഒലിവ് വൃക്ഷത്തിന്റെ 2 കൊമ്പുകൾ എന്ത്? और सोने की 2 नालियां क्या हैं, ഈ തങ്കം കൊണ്ട് നിർമ്മിച്ച 2 ഇതെന്ത്? जो 2 प्रकार के सोने का तेल उंडेल रहे हैं। ഈ 2 തരത്തിലുള്ള സ്വർണത്തിന്റെ തളികയിൽ നിന്നും ഇതാ എണ്ണ വരികയാണ്. 2 olive tree, 2 ഒലിവ് വൃക്ഷങ്ങൾ, 2 olive branches, 2 ഒലിവിന്റെ 2 കൊമ്പുകൾ, type of golden pipe, 2 പൈപ്പുകൾ, and 2 type of golden oil. 2 തരത്തിലുള്ള ഗോൾഡൻ ഓയിൽ, ये 2 जैतून के पेड़, 2 ഒലിവിന്റെ വൃക്ഷം, 2 डालियां, 2 കൊമ്പുകൾ, 2 सोने की नालियां। 2 സ്വർണം കൊണ്ടുണ്ടാക്കിയ ये जो सोने പൈപ്പുകൾ. की नालियां हैं वो क्या हैं? ഈ സ്വർണം കൊണ്ടുണ്ടാക്കിയ പൈപ്പ് അതെന്താണ്? ये 2 प्रकार की सेवकाइयां ഇത് हैं 2 തരത്തിലുള്ള ശുശ്രൂഷകളാണ്. जिसको परमेश्वर एंड टाइम के रिवाइवल के लिए सारी दुनिया के अंदर भेजेगा, അന്ത്യകാലത്തുള്ള ഉണർവിനായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന 2 പ്രധാനപ്പെട്ട और ശുശ്രൂഷകൾ. उनके अंदर से 2 टाइप ऑफ गोल्डन ऑयल, ये 2 प्रकार का सुनहला तेल परमेश्वर उंडेलेगा। 2 രീതിയിലുള്ള എണ്ണ അവിടെ പുറപ്പെടുന്നതായും കാണുവാൻ ये സാധിക്കും. सब बातें जकरिया को समझ में नहीं आ रहा था। ഇതൊന്നും സെക്കറിയാവിന് മനസ്സിലാകുന്നില്ല. तब उसने मुझसे कहा, क्या तू जानता है कि ये क्या है? അപ്പോൾ ചോദിച്ചു, ഇത് എന്താണെന്ന് നീ ഗ്രഹിക്കുന്നുണ്ടോ? प्रॉफिट कहता है, प्रभु मुझे कुछ समझ में नहीं आता। പ്രവാചകൻ പറയുന്നു, എനിക്കൊന്നും The മനസ്സിലാകുന്നില്ല. 14th verse में बाइबल कहती है, 14ാം വാക്യത്തിൽ तब उसने പറയുകയാണ്, कहा, इनका अर्थ ताजे तेल से भरे हुए 2 पुरुष हैं। ഇത് എണ്ണ അഭിഷേകത്താൽ നിറഞ്ഞ 2
വ്യക്തികൾ, two anointed servants of God. രണ്ട് അഭിഷക്ത ദൈവദാസന്മാർ. इनको दो जैतून के पेड़ के रूप में जाना गया है. ഈ രണ്ട് വ്യക്തികളെ രണ്ട് വൃക്ഷങ്ങളായി ചിത്രീകരിക്കുന്നു. प्रभु यीशु मसीह का इस संसार के अंदर 3 बार आगमन होता है. കർത്താവിന്റെ മടങ്ങി കർത്താവിന്റെ വരവിന് 3 ഭാഗങ്ങളായി കാണുവാൻ സാധിക്കും. सबसे पहले वो उद्धारकर्ता बन के आता है. ആദ്യമായി രക്ഷകനായി കർത്താവ് വന്നു. दूसरा उद्धार पाए हुए लोगों को अपने साथ ले जाने के लिए आएगा. രക്ഷ പ്രാപിച്ചവരെ തന്നോടുകൂടെ ചേർക്കുവാൻ വരുന്ന രണ്ടാമത്തെ വരവ്. बार जैतून पहाड़ पर अपना पैर रख करके 1000 साल के लिए शासन करने के लिए आएगा. 3 ഒലിവ് പർവ്വതത്തിങ്കൽ തന്റെ കാൽ ചവിട്ടി 1000 ആണ്ട് വാഴുവാൻ വരുന്ന First വരവ്. आगमन for the salvation. ഒന്നാമത്തെ വരവ് രക്ഷയ്ക്കായി. Second coming for the rapturation. രണ്ട് ഉൽപ്രാവണത്തിനായി. And the third coming to rule over the world for the 1000 years. രണ്ടാം വരവിന്റെ രണ്ടാം ഭാഗത്തിൽ 1000 ആണ്ട് വാഴ്ചയ്ക്കായി വരുന്നു. जब कभी भी प्रभु यीशु मसीह को तीनों आगमनों में आना है तो उसके आने से पहले कहीं ना कहीं रास्ता तैयार करने के लिए परमेश्वर ने कोई ना कोई इंतजाम किया है. ഓരോ പ്രാവശ്യവും കർത്താവിന്റെ വരവിങ്കൽ വഴിയൊരുക്കുവാൻ ദൈവം തന്റെ ദാസന്മാരെ നിയമിച്ചിരിക്കുന്നു. जब सबसे पहले यीशु मसीह संसार में उद्धारकर्ता बन करके आए थे, ആദ്യമായി രക്ഷകർത്താവായി യേശു വന്നപ്പോൾ तो उन्होंने अपने आने से पहले रास्ता तैयार करने के लिए जॉन द बैप्टिस्ट को तैयार किया. അങ്ങനെ തന്റെ വരവിന്റെ മുൻപിൽ വഴിയൊരുക്കുവാൻ യോഹന്നാൻ സ്നാപകനെ और वो रास्ता तैयार करने के लिए आ गया. താൻ വഴിയൊരുക്കുവാൻ കടന്നു വന്നു. पर बाइबल कहती है कि यूहन्ना के ऊपर जो सेवकाई उतर के आई थी वो एलिया के ऊपर जो अभिषेक था, उसके अभिषेक को एलिया के अभिषेक को यूहन्ना बपतिस्मा देने वाले के ऊपर में डाला गया. കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകന്റെ മീതെ ഏലിയാവിന്റെ അഭിഷേകത്താൽ താൻ വന്നു എന്ന് ബൈബിളിൽ കാണുവാൻ സാധിക്കും. क्योंकि लूक चैप्टर 1 and verse 16 में बाइबल कहती है ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ इस्राएल में बहुतेरों को प्रभु के पास फेर लेने के लिए वह एलिया की आत्मा और सामर्थ में होकर के उसके आगे आगे रास्ता तैयार करने के लिए चलेगा. ഏലിയാവിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ട് അങ്ങനെ കർത്താവിന്റെ മുൻപിൽ വഴിയൊരുക്കുവാൻ വരുന്ന യോഹന്നാൻ സ്നാപകനെ പരിചയപ്പെടുത്തുന്നു. एलिया का मतलब होता है कि जो अभिषेक एलिया के ऊपर डाला गया वो वाला अभिषेक. ഏലിയാവിന്റെ അഭിഷേകം എന്ന് പറയുമ്പോൾ ഏലിയാവിന്റെ മീതെ പകരപ്പെട്ട അഭിഷേകത്തിന്റെ പ്രത്യേകതകളാണ് അവിടെ പറയുന്നത്. एलिया की यदि सेवा को यदि हम देखें, ഏലിയാവിന്റെ ശുശ്രൂഷയെ കുറിച്ച് तो മനസ്സിലാക്കുകയാണെങ്കിൽ उसने इजराइल के अंदर होने वाले पाप के कारण आसमान को बंद कर दिया. താൻ ഇസ്രായേലിലുണ്ടായ പാപം നിമിത്തം ആകാശത്തെ മഴയിൽ നിന്നും അടച്ചു കളഞ്ഞു. और फिर उसके बाद में 5वें चमत्कार में उसने एक वेदी बनाई. അവിടെ 5-ാമത്തെ അത്ഭുതം എന്നതുപോലെ അവിടെ ഒരു और वेदी ऑल्टर, അവിടെ ഒരു യാഗപീഠം പണിതു. और बाल के पुजारियों को भी बोला तुम भी वेदी बनाइएगा. അവിടെ ബാലിന്റെ പ്രവാചകന്മാരോടും പറയുന്നു നിങ്ങളും ഒരു യാഗപീഠം जिसका പണിയുക. परमेश्वर सच्चा है वो स्वर्ग से आग गिराएगा. സത്യമായിട്ടുള്ള ദൈവം ഈ യാഗത്തിൽ തീ അയക്കട്ടെ. बाल के पुजारियों ने अपना उपाय किया. ബാലിന്റെ പ്രവാചകന്മാർ അവരുടെ പ്രവൃത്തി ചെയ്തു. जब एलिया का चांस आ गया, ഏലിയ പ്രവാചകന്റെ तब उसने സമയമായപ്പോൾ प्रार्थना किया, താൻ പ്രാർത്ഥിച്ചു. आकाश से आग गिरी ആകാശത്തിൽ നിന്നും और തീ വീണു. वेदी के ऊपर में जो भेंट थी वो जल करके राख യാഗപീഠത്തിന്റെ हो മേൽ गई. ഉണ്ടായിരുന്ന യാഗ വസ്തുവിനെ മുഴുവൻ ദഹിപ്പിച്ചു. यही वह आग है जो एलिया को शक्ति देती है. ഈ തീയാണ് ഏലിയാവിന് ശക്തി പകരുന്ന അഭിഷേകത്തിന്റെ इस രഹസ്യം. तरीके से उसने इजराइल के पाप को दूर किया. ഇങ്ങനെ ഇസ്രായേലിന്റെ പാപത്തെ അവരുടെ ഇടയിൽ നിന്നും നീക്കിക്കളഞ്ഞു. यूहन्ना बपतिस्मा देने वाले ने भी ऐसे ही कहा था, യോഹന്നാൻ സ്നാപകൻ ഇതന്നെയാണ് ചെയ്തത്. मैं तो तुम्हें पानी से बपतिस्मा देता ഞാൻ हूं, നിങ്ങൾക്ക് വെള്ളത്തിൽ സ്നാനം परंतु जो കഴിപ്പിക്കുന്നു. मेरे बाद आने वाला എങ്കിലും है എന്റെ പിന്നാലെ വരുന്നവൻ वह तुम्हें पवित्र आत्मा और आग से അവൻ बपतिस्मा देगा. പരിശുദ്ധാത്മാവിനാലും തീയാലും आज हम സ്നാനം पवित्र കഴിപ്പിക്കും. आत्मा से बपतिस्मा का अनुभव करते हैं, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അനുഭവം നമ്മൾക്കുണ്ട്. जो हमारे जीवन को परमेश्वर की बातों को अनुभव में लाने के लिए मदद करता അങ്ങനെ है. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ പ്രവൃത്തികളിലേക്ക് നമ്മളെ നയിക്കുവാൻ അതിൽ തന്നെ ശക്തിയുണ്ട്. परंतु इसके बाद एक और फेस है എങ്കിൽ ഇത് കഴിയുമ്പോൾ അടുത്തൊരു और മുഖമുണ്ട്. वो है पवित्र आत्मा की അത് आग. പരിശുദ്ധാത്മാവിന്റെ और അഗ്നി. जब तक वेदी के ऊपर में आग नहीं गिरेगी, യാഗപീഠത്തിന്മേൽ തീ വീഴാത്തിടത്തോളം तब तक
परमेश्वर की सेना और बाल की सेना के बीच में अलगाव नहीं किया जा सकता है। അതുവരെ ദൈവത്തിന്റെ സൈന്യവും ബാലിന്റെ സൈന്യവും തമ്മിൽ ഒരു വേർതിരിവില്ല. ये है एलिया का अभिषेक। ഇതാണ് ഏലിയാവിന്റെ അഭിഷേകം. यीशु मसीह के आने से पहले കർത്താവിന്റെ വരവിന് മുൻപേ यूहन्ना बपतिस्मा देने वाले के ऊपर में एलिया का अभिषेक उतर आया യോഹന്നാൻ സ്നാപകന്റെ മേൽ ഏലിയാവിന്റെ അഭിഷേകം ഉണ്ടായി. और उसको जो मिशन दिया गया, അവിടെ കാണിച്ച ദർശനം इस्राएलियों में से बहुतेरों को प्रभु की ओर फेर दे ഇസ്രായേലിൽ നിന്നും അനേകരെ കർത്താവിലേക്ക് और മാനസാന്തരത്തിലേക്ക് നയിച്ചു. आज्ञा न मानने वालों को धर्मियों की समझ में ला करके खड़ा कर दे മാത്രമല്ല അംഗീകരിക്കാത്തവരെ ന്യായവിധിക്കായി और प्रभु के लिए एक योग्य प्रजा तैयार करे। അങ്ങനെ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു തലമുറയെ ये ഏൽപ്പിച്ചു. यूहन्ना बपतिस्मा देने वाले की बाइबल स्टडी नहीं थी, ഇത് യോഹന്നാൻ സ്നാപകന്റെ ബൈബിൾ സ്റ്റഡി അല്ല. वरन उसके ऊपर में पवित्र आत्मा का अभिषेक उतर आया था। എങ്കിലും തന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവിന്റെ और അഭിഷേകത്തിന്റെ इसी പ്രത്യേകതയാണ്. यूहन्ना बपतिस्मा देने वाले के बारे में कहा है അങ്ങനെ സ്നാപകനായ യോഹന്നാനെ കുറിച്ച് कि പറയുകയാണ്. यूहन्ना के दिनों से लेकर आने के समय से लेकर स्वर्ग के राज्य में बड़ा युद्ध हो रहा है। അങ്ങനെ യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ വലിയ 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 ബലാത്കാരികൾ സ്വർഗ്ഗത്തെ അവകാശമാക്കുന്നത് പോലെ വലിയ യുദ്ധം നടക്കുകയാണ്. Matthew chapter 11 and verse 11, മത്തായി സുവിശേഷം 11-11 വാക്യം. 12th verse में അതിന്റെ 12 यूहन्ना बपतिस्मा देने वाले के दिनों से अब तक लेकर स्वर्ग के राज्य में बड़ा जोर हो रहा है। യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ദൈവരാജ്യത്തിൽ വലിയ കലഹങ്ങൾ നടക്കുകയാണ്. अब यूहन्ना के बारे में यदि आप देखें, യോഹന്നാനെ കുറിച്ച് പഠിച്ചാൽ उसने एक भी दुष्ट आत्मा नहीं निकाली, no healings and deliverance, അവ ഒരു രോഗസൗഖ്യമോ വിടുതലോ no ചെയ്തില്ല, prophecy, ഒരു പ്രവചനവുമില്ല, उसने कोई चमत्कार नहीं ഒരു किया, അത്ഭുതവും ചെയ്തില്ല, उसने कोई पानी बंद करके आग कोई गिराने का काम नहीं किया। താൻ വെള്ളമൊഴിച്ചിട്ട് യാഗപീഠത്തിന്റെ മേൽ തീയിറക്കിയില്ല. यीशु लोगों से मिलने के लिए गांव-गांव जाते रहे, യേശു കർത്താവ് ആൾക്കാരെ കാണുവാൻ തക്കതുപോലെ ഓരോ ഗ്രാമങ്ങളിൽ ചെന്നു. परंतु पूरा शहर यूहन्ना को मिलने के लिए जंगल में चला गया विदाउट एडवर्टाइजमेंट। എങ്കിലും യോഹന്നാനെ കുറിച്ച് വായിക്കുമ്പോൾ ജനമൊക്കെയും താനായിരിക്കുന്നിടത്തേക്ക് വരുവാൻ यीशु लोगों को चंगाई दे रहे हैं, യേശു കർത്താവ് ജനത്തെ मूसा സൗഖ്യമാക്കുകയാണ്, चमत्कार कर रहा है, താൻ അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. यिर्मयाह यशायाह ने भविष्यवाणी किए, യെരമ്യാവും മെശിയാവും പ്രവചിച്ചു. परंतु यूहन्ना बपतिस्मा देने वाले ने कुछ नहीं किया। എങ്കിലും യോഹന്നാൻ സ്നാപകൻ ഒരു പ്രവചനവും उसके പ്രവചിച്ചില്ല. पास में घिसा पिटा एक संदेश था തന്റെ പക്കൽ ഒരു സന്ദേശം जिसके 4 पॉइंट थे। 4 പോയിന്റ് മാത്രം. मन फिराओ, ഒന്ന് മാനസാന്തരപ്പെടുക, लौटाओ, മടങ്ങി വാ, परमेश्वर का राज्य निकट आ गया है, ദൈവത്തിന്റെ രാജ്യം मैं സമീപിച്ചിരിക്കുന്നു, तो तुम्हें पानी से बपतिस्मा ഞാൻ देता നിങ്ങളെ हूं। വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. नंबर 3, आने वाला पवित्र आत्मा से बपतिस्मा देगा। വരുന്നവൻ തീയാൽ സ്നാനം കഴിപ്പിക്കും. नंबर 4, वो आग से बपतिस्मा देगा। 4 പരിശുദ്ധാത്മാവിനും തീയാലും സ്നാനം ये കഴിപ്പിക്കും. घिसा पिटा 4 संदेश था। ആവർത്തിച്ച് പറയുന്ന 4 പോയിന്റുള്ള സന്ദേശം. मुझे ये समझ में नहीं आ रहा कि सारी दुनिया इस घिसे पिटे संदेश को सुनने के लिए जंगल में क्यों ഈ गई थी। ആവർത്തിച്ച് പറയുന്ന സന്ദേശത്തിന്റെ അകത്ത് പുതുമയില്ലാത്ത സന്ദേശം കേൾക്കുവാൻ ജനമൊക്കെയും തടിച്ചുകൂടുവാൻ This കാര്യമെന്ന്. is the anointing. ഇതാണ് അഭിഷേകത്തിന്റെ उसने പ്രത്യേകത. कभी लव और प्यार की बातें नहीं की है। സ്നേഹത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. मन फिराओ, आए മാനസാന്തരപ്പെടുക. सांप के बच्चों, ഹേ സർപ്പസന്തതികളെ, तुमको किसने बोला कि तुम आने वाले क्रोध से भागो। വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ആർ നിങ്ങളെ പ്രബോധിപ്പിച്ചു? पुलिस वालों को बोला, ए नंबर 2 का धंधा बंद करो, फिर वो बपतिस्मा लेने आना। പോലീസുകാരോട് പറഞ്ഞു നിങ്ങളുടെ വേണ്ടാത്ത വഴികളൊക്കെ മാറ്റിവെച്ചിട്ട് സ്നാനപ്പെട. हम क्या करते हैं, आ जाओ बपतिस्मा ले लो, बाद में सुधरते നമ്മൾ रहना। എന്തു പറയും? വാ സ്നാനം കഴിച്ചിട്ട് പോ, പിന്നെ എങ്ങനെങ്കിലുമൊക്കെ നന്നായാൽ മതി. परंतु यूहन्ना बपतिस्मा देने वाले के पास ऐसा नहीं था। യോഹന്നാൻ സ്നാപകൻ എങ്ങനെയല്ലായിരുന്നു? एक बड़ा युद्ध हो रहा है। ഒരു വലിയ യുദ്ധം क्या നടക്കുകയാണ്. कारण है? കാരണം എന്തോ? उसके ऊपर एलिया का अभिषेक है। തന്റെ മേൽ ഏലിയാവിന്റെ അഭിഷേകം. और पुराने नियम की आखिरी किताब अर्थात मलाकी की किताब में बाइबल कहती है, പഴയ നിയമത്തിൽ ഒടുവിലത്തെ പുസ്തകമായ മലാക്കി പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു. and chapter 4 and verse 5, 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, देखो यहोवा के उस बड़े और भयानक दिन के आने से पहले मैं एलिया नबी को तुम्हारे पास भेजूंगा। യഹോവയുടെ ഭയങ്കരമായ ദിവസം വരുന്നതിന് മുൻപ് ഏലിയാ പ്രവാചകനെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അയക്കും. और उसकी जो मिनिस्ट्री होगी वो ये होगी തന്റെ ശുശ്രൂഷ എന്തായിരിക്കും? कि वो माता पिता के मन को पुत्रों की ओर फेरेगा, താൻ മാതാപിതാക്കളുടെ ഹൃദയം മക്കളുടെ और ഹൃദയത്തിലേക്കും, पुत्रों के मन को माता पिता की ओर फेरेगा। മാത്രമല്ല മക്കളുടെ ഹൃദയത്തെ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് माता നയിക്കും. पिता का मतलब होता है परमेश्वर, മാതാപിതാവ് എന്ന് പറയുമ്പോൾ ദൈവത്തെ और കുറിച്ച് पुत्र കാണിക്കുന്നു. का मतलब होता है संसार। പുത്രൻ എന്ന് പറയുമ്പോൾ ലോകത്തെ കുറിച്ച് दो കാണിക്കുന്നു. स्टेंजा है यहाँ। രണ്ട് വശങ്ങൾ. नंबर 1, ഒന്ന്, माता पिता का ध्यान पुत्रों की ओर, പിതാക്കന്മാരുടെ ഹൃദയം
മക്കളിലേക്ക്. अर्थात पिता का अनुग्रह संसार के ऊपर में. മറ്റൊരു ഭാഷയിൽ പിതാവിന്റെ അനുഗ്രഹം ലോകത്തിന്റെ മേൽ. सेकंड स्टेज ये है, രണ്ടാമത്തെ സ്റ്റേജ് ഇതാണ്. पुत्रों का मन माता पिता की ओर फेरेगा. മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും. एक दिन प्रभु हमको खोजने आए थे. ഒരു നാൾ കർത്താവ് അന്വേഷിച്ചു വന്നു. मनुष्य का पुत्र खोए हुओं को ढूंढने और उनका उद्धार करने के लिए आया है. ദൈവപുത്രൻ നഷ്ടപ്പെട്ടതിനെ തേടി എത്തി. उसने अपने सेवकों को भेज दिया है. താൻ തന്റെ ദാസന്മാരെ അയച്ചു. उसके सेवक गांव-गांव जाके हीलिंग्स एंड डिलीवरेंस करते रहे. തന്റെ ദാസന്മാർ ദേശത്തൊക്കെയും പോയി രോഗസൗഖ്യങ്ങൾ ചെയ്തു. परमेश्वर अपनी दया दुनिया को दिखा रहे हैं. ദൈവം തന്റെ മനസ്സലിവ് ഭൂമിയിൽ പകർന്നു. ये वाला हिस्सा 2000 साल में लगभग पूरा हुआ. ഇത് 2000 വർഷങ്ങൾക്ക് മുൻപേ നടന്നു. परंतु अब अंत के दिनों में എങ്കിലും അന്ത്യകാലത്തോടടുത്ത് प्रभु अपनी दया दिखाना बंद कर देगा. ദൈവം തന്റെ മനസ്സലിവിന്റെ മുഖം മാറ്റും. वरन लोग परमेश्वर की खोज में निकल पड़ेंगे. ജനമൊക്കെയും ദൈവത്തെ അന്വേഷിക്കുവാൻ ആരംഭിക്കും. शुरुआत में उसने हमको खोजा है, ആദ്യമേ ദൈവം നമ്മളെ അന്വേഷിച്ചു. परंतु अब हमको उसको खोजने की ഇപ്പോൾ നമ്മൾ जरूरत है. ദൈവത്തിന്റെ വഴികൾ അന്വേഷിക്കണം. ये अंत के दिनों की जागृति में ഇത് होगा. അന്ത്യകാലത്തെ ഉണർവിന്റെ जब ലക്ഷണം. एलिया का अभिषेक संसार के ऊपर आएगा. ഏലിയാവിന്റെ അഭിഷേകം ഈ ഭൂമിയിൽ വരുമ്പോൾ प्रभु यीशु मसीह के आगमन के पहले परमेश्वर ने इस अभिषेक को जॉन द बैप्टिस्ट के ऊपर में भेज യേശു दिया. കർത്താവിന്റെ വരവിന് മുൻപേ യോഹന്നാൻ സ്നാപകന്റെ മേലെ അഭിഷേകത്തെ അയച്ചു. अभी हम सेकंड कमिंग को छोड़ देते हैं. രണ്ടാം വരവിനെ നമ്മൾ ഒന്ന് മാറ്റി നിർത്താം. मान लो कलीसिया ऊपर उठा ली गई ഒന്ന് ധരിക്കുക, സഭ എടുക്കപ്പെട്ടു. और उसके चुने हुए लोग चले गए. തിരഞ്ഞെടുക്കപ്പെട്ടവർ കർത്താവിനോട് ചേർക്കപ്പെട്ടു. तब 7 साल का महाक्लेश काल शुरू होगा 7 വർഷത്തെ വലിയ മഹാകഷ്ടകാലം और ഉണ്ടാകും. ख्रिस्त विरोधी शासन शुरू हो जाएगा. വിശ്വാസികൾക്ക് വിരോധമായി വലിയ പീഡകൾ ഉയരും. सारा संसार एक सरकार का निर्माण करेगा ലോകം മുഴുവനും ഒരു 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 അധികാര ഒരു और ലോക एक ഗവൺമെന്റിന് व्यक्ति കീഴ്പ്പെടും. को सत्ता दे दी जाएगी ഒരു വ്യക്തി അധികാരം നടത്തും. और शुरुआत के दिनों में वो इस संसार में शांति का संदेश देगा. ആദ്യത്തെ ദിവസങ്ങളിൽ സമാധാനത്തിന്റെ സന്ദേശം അറിയിക്കും. परंतु जब बीच में ही अर्थात 7 साल के बीच 3.5 साल के बीच में जब वह शांति का संदेश समाप्त कर देगा, എങ്കിലും 3.5 വർഷം കഴിയുമ്പോൾ അതിന്റെ പകുതിക്ക് വെച്ച്, അതായത് 3.5 വർഷം കഴിയുമ്പോൾ സമാധാനത്തിന്റെ സന്ദേശം तब वह നിർത്തുകയും पूरी क्रूरता में आ जाएगा. ക്രൂരതയുടെ പൂർണ്ണതയിലേക്ക് കടക്കുകയും और ചെയ്യും. इसी समय में इज़राइल के अंदर जो सुलेमान के द्वारा बनाया हुआ मंदिर टूट गया है, उसको बनाने की अनुमति दी जाएगी. ആ സമയം തന്നെ ശലോമോൻ പണിതെടുത്ത ദേവാലയം തകർന്നു പോയത് വീണ്ടും പണിയുവാനുള്ള അധികാരം നൽകും. और जब वो मंदिर पूरा हो जाएगा, ആ ആലയം പണിത് കഴിയുമ്പോൾ तो जिस वर्ल्ड प्रेसिडेंट ने इस मंदिर को बनाने की अनुमति दी है, ലോകത്തിന്റെ പ്രസിഡന്റ് ആയവൻ ഈ ആലയം പണിയുവാൻ അവസരം उस കൊടുത്തവൻ, प्रेसिडेंट को यहूदी लोग मसीहा समझ बैठेंगे അവനെ ലോകത്തിന്റെ മശിഹ യഹൂദന്മാർ അംഗീകരിക്കും. और वे ये सोचेंगे कि मंदिर बनाने वाला आकर के याजक का काम करेगा, ഈ മന്ദിരം പണിയുവാൻ അവകാശം തന്നവൻ ഇവൻ തന്നെ പുരോഹിതനായി വരും. क्योंकि वह मनुष्य का प्रतिनिधि बन के परमेश्वर के सामने और परमेश्वर का प्रतिनिधि बन के मनुष्य के सामने खड़ा हो जाएगा. മനുഷ്യന്റെ പ്രതിനിധിയായി ദൈവസന്നിധിയിലും ദൈവത്തിന്റെ പ്രതിനിധിയായി ജനത്തിന്റെ മുൻപിലും താൻ നിൽക്കും. जब यहूदी सरकार इस मुख्य प्रेसिडेंट को याजक होने के लिए न्योता देगी, അങ്ങനെ ഈ ലോകത്തിന്റെ പ്രസിഡന്റായി വരുന്നവനെ ഇസ്രായേൽ സാമ്രാജ്യം പുരോഹിതനായി जो पवित्र സ്ഥാപിക്കുമ്പോൾ स्थान की सेवा है, അത് വിശുദ്ധ സ്ഥലത്ത് परंतु നിൽക്കേണ്ടതത്രേ. ये जो राजा है वो कहेगा मुझे पवित्र स्थान में नहीं वरन महापवित्र स्थान में जो वाचा का संदूक है वहां बैठकर कंप्यूटर रखकर मैं सारी दुनिया की राजनीति चलाऊंगा. അപ്പോൾ ഈ അധികാര സ്ഥാനത്ത് വന്നവൻ പറയും, വിശുദ്ധ സ്ഥലത്തല്ല, അതിപരിശുദ്ധ സ്ഥലത്ത് എനിക്ക് ചെല്ലണം, അവിടെ എന്റെ സിസ്റ്റം വെച്ച് ലോകത്തെ മുഴുവൻ എനിക്ക് ഭരിക്കണം. क्योंकि उसको पहले से ही यह इच्छा थी कि वे परमेश्वर के स्थान में जाकर के बैठ जाए. കാര്യം ആദ്യം മുതൽ അവന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം ഇതാണ്, അധികാരത്തിന്റെ സ്ഥാനത്ത്, ദൈവത്തിന്റെ സ്ഥാനത്ത് ഞാൻ तब നിൽക്കണം. यहूदी लोग इस राजा को तिरस्कार करना शुरू करेंगे. അപ്പോൾ യഹൂദ ജനം ഈ രാജാവിനെ തിരസ്കരിക്കും. तब वह सारे संसार को इजराइल के विरुद्ध खड़ा कर देगा. അപ്പോൾ ലോകത്തെ മുഴുവൻ ഇസ്രായേലിന് വിരോധമായി താൻ और എഴുന്നേൽക്കും. हर्मागिदोन की लड़ाई अर्थात थर्ड वर्ल्ड वॉर शुरू അപ്പോൾ होगा. ഹർമഗദോൻ യുദ്ധം നടക്കും, മൂന്നാം ലോക यहूदी മഹായുദ്ധം लोग നടക്കും. रोना और पुकारना शुरू कर देंगे. ഇസ്രായേൽ ജനം കരയുവാനും വിലപിക്കുവാനും हे ആരംഭിക്കും. प्रभु, हम तो इसे मसीहा समझ बैठे थे, കർത്താവേ, ഞങ്ങൾ ഇവനെ മശിഹയായി അംഗീകരിച്ചു, ये हमारे लिए विनाश बन गया. എങ്കിലും ഇവൻ ഞങ്ങൾക്ക് जब वे നാശത്തിനായി മാറി. छाती पीट रहे അവിടെ होंगे, നെഞ്ചത്തടിച്ചവർക്കായി तब परमेश्वर इन्हीं 2 गवाहों को ठीक 7.5 साल के बीच में धरती पर भेजेगा. അപ്പോൾ ഈ 3.5 വർഷത്തിന്റെ ഇടയ്ക്ക് വെച്ച്
ദൈവം ഈ രണ്ട് സാക്ഷികളെ Book of Revelation chapter 11 വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം and verse 3. 3-ാം വാക്യത്തിൽ और मैंने अपने दो गवाहों को यह अधिकार दिया है അപ്പോൾ എന്റെ സാക്ഷികൾക്ക് ഞാൻ ഈ അധികാരം നൽകി कि टाट ओढ़कर 1260 डेज तक जो है ये प्रोफेसी करेंगे. 1260 ദിവസങ്ങൾ അവർ പ്രവചിക്കും. ये वे हैं जो जैतून के दो पेड़ हैं, ഇവർ ഒലിവ് വൃക്ഷങ്ങളാണ്, जो दीवट के दाहिने और बाएं रहते हैं, അവർ ആ നിലവിളക്കിന്റെ जो ഇരുവശത്തും सारी पृथ्वी के परमेश्वर के सामने खड़े रहते हैं. അവർ സർവ്വലോകത്തിന്റെയും ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ये സാക്ഷികൾ. तीसरे आगमन के पहले होगा. ഇത് കർത്താവിന്റെ മടങ്ങിവരവിന് മുൻപേ നടക്കേണ്ടതാണ്. यहूदी लोग जैसे ही मूसा को देखेंगे, യഹൂദ ജനം മോശയെ കണ്ടതുപോലെ वे उससे कहेंगे, हे प्रभु हमें बताओ हमारा उद्धार कौन करेगा. കർത്താവേ ഞങ്ങളെ രക്ഷിക്കുവാൻ ആരുണ്ട് എന്നവർ വിലപിച്ച് तब ചോദിക്കും. मूसा संदेश देंगे, അപ്പോൾ മോശ മറുപടി तुम्हारे പറയും, पूर्वजों ने जिसे क्रूस पर लटका दिया उसका नाम यीशु था. നിങ്ങളുടെ പിതാക്കന്മാർ ക്രൂശിച്ച യേശു എന്ന നാമമുള്ളവൻ. और यहूदी लोग यीशु को मुक्तिदाता ग्रहण करेंगे. അപ്പോൾ യേശുവിനെ യഹൂദ ജനം രക്ഷിതാവായി അംഗീകരിക്കും. करोड़ों लोग मूसा और एलिया की गवाही से यीशु मसीह को उद्धार करता 7 साल के महाक्लेश काल के बीच में स्वीकार करना शुरू कर 7 देंगे. വർഷത്തെ മഹോദ്രവകാലത്തിനിടയിൽ കോടികൾ യഹൂദ ജനം യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കും. हे इज़राइल, ഹേ ഇസ്രായേലേ, हे असुर, ഹേ അശൂരേ, हे मिस्र, ഹേ മിസ്രൈമേ, तू मेरा है. നീ എന്റേത്. यहूदी, യഹൂദ, इस्माइली ഇസ്മായിലും और अरब और मिस्र देश इस समय में उद्धार पा जाएगा. മിസ്രൈം രാജ്യവും ഈ സമയം രക്ഷ പ്രാപിക്കും. करोड़ों लोग यीशु मसीह के पीछे चलने लगेंगे. കോടികൾ യേശുവിനെ അനുഗമിക്കുവാൻ ആരംഭിക്കും. 3.5 साल तक भयानक रिवाइवल होगी. 3.5 വർഷത്തെ വലിയ ഉണർവ് നടക്കും. उसके लोग भेड़ और बकरियों में से अलग किए जाएंगे. ചെമ്മരിയാടും കോലാടും മാറ്റുന്നത് പോലെ ദൈവം അവരെ വേർതിരിക്കും. यीशु के तीसरे आगमन के पहले एलिया और मूसा इन फ्लैश आकर के धरती में सेवकाई में एक बड़ी रिवाइवल का कारण बनेंगे. കർത്താവായ യേശുവിന്റെ പരസ്യമായിട്ടുള്ള മടങ്ങി വരവിന് മുൻപേ ഏലിയാവും മോശയും വലിയ സാക്ഷ്യം വഹിച്ച വലിയ ഉണർവിലേക്ക് सब लोग നടക്കും. जरा ध्यान से सुनिएगा. എല്ലാവരും ശ്രദ്ധിച്ചു यदि കേൾക്കണം. यीशु के आगमन के पहले एलिया का अभिषेक യേശു यूहन्ना കർത്താവിന്റെ बपतिस्मा देने वाले के ऊपर, യേശു കർത്താവിന്റെ ആദ്യത്തെ വരവിന് മുൻപേ ഏലിയ പ്രവാചകന്റെ അഭിഷേകത്തോടുകൂടെ യോഹന്നാൻ സ്നാപകൻ വന്നെങ്കിൽ, यीशु मसीह के तीसरे आगमन के पहले एलिया और मूसा दोनों एक साथ रिवाइवल का कारण बन गए. ഈ കർത്താവിന്റെ പരസ്യമായിട്ടുള്ള മടങ്ങി വരവിന് മുൻപേ മോശയും ഏലിയാവും ഒരുമിച്ച് तो ശുശ്രൂഷ ये ചെയ്യും. दोनों घटनाएं यीशु के दूसरे आगमन के पहले भी घटित ഈ होंगी. രണ്ട് കാര്യങ്ങളും കർത്താവിന്റെ രണ്ടാം മടങ്ങി വരവിന് മുൻപേ ഉണ്ടായിരിക്കും. यीशु के आने से पहले परमेश्वर हर कलीसिया के ऊपर में एलिया का और मूसा का अभिषेक भेजना शुरू कर देगा. ഓരോ സഭകളിലും ദൈവം ഈ തരത്തിലുള്ള അഭിഷേകത്തിന്റെ പകർച്ചകൾ സംഭവിപ്പിക്കും. अब आपके सामने एक समस्या होगी. ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിൽ ഒരു ये दो വെല്ലുവിളി गवाहों में ഉണ്ടായിരിക്കും. एलिया तो कंफर्म है क्या मूसा होगा या हनूक होगा. ഈ രണ്ടു പേരുടെ നടുവിൽ ഏലിയാവിനെ കുറിച്ച് കുഴപ്പമില്ലെങ്കിലും മോശയാണോ ഹാനോക്കാണോ വരാൻ പോകുന്നത്? रेवलेशन 11:6 में बाइबल कहती है, വെളിപ്പാട് പുസ്തകം 11:6 കാണുന്നു, इन्हें अधिकार है कि आकाश को बंद करें. ഇവർക്കുള്ള അധികാരം എന്ത്? ആകാശത്തെ അടച്ചു കളയുവാൻ. आकाश को किसने बंद किया? ആകാശത്തെ അടച്ചതാ एलिया ने बंद एलियावान किया. अड़चन. उन्हें अधिकार है कि भविष्यवाणियों के दिनों में मेह न बरसे. तो ये कौन है? एलिया है. ഇത് ഏലിയാവിനെ കുറിച്ച് പറയുന്നതാണ്. और तीसरे स्टेंजा में है, सब पानी पर अधिकार दिया कि वे लहू बन जाए. വെള്ളത്തിന്റെ മേൽ അധികാരം നൽകി അത് രക്തമായി മാറുവാൻ. तो किसने लहू बनाया? ആരാണ് വെള്ളം രക്തമാക്കി मूसा മാറ്റിയത്? ने. മോശയാണ്. जगह जगह जहां चाहे वहां पृथ्वी पर विपत्ति लेके आए. എവിടെയെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ലോകത്തിൽ അനർത്ഥങ്ങൾ किसने കൊണ്ടുവരുവാൻ लेके आया? ആരാണ് കൊണ്ടുവരുന്നത്? एलिया ने लेके एलियावान आया. കൊണ്ടുവന്നത്. यही दो मिनिस्ट्रीज हैं जो एंड टाइम में शुरू होने वाली हैं. അന്ത്യകാലത്ത് വെളിപ്പെട്ടു വരേണ്ട രണ്ട് പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ് ഇത്. इफेसियंस की किताब എഫേസ്യ ലേഖനം और उसके दूसरे चैप्टर 2 and verse 20. രണ്ടാം അധ്യായത്തിന്റെ 20-ാം വാക്യം. Ephesians chapter 2 and verse 20. എഫേസ്യ ലേഖനം രണ്ടാം അധ്യായം प्रेरितों और भविष्यद्वक्ताओं की नींव जिसके कोने का पत्थर
पत्थर मसीह आप हैं बनाए गए हो। അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും അടിസ്ഥാനത്തിന്റെ മൂലക്കല്ലായി മാറ്റിയ ദൈവത്തിന്റെ പ്രവൃത്തി. Apostolic foundation and the prophetical foundation. അപ്പോസ്തലിക അടിസ്ഥാനവും പ്രാവചനിക അടിസ്ഥാനവും. आज तक हमने टीचर्स लोगों को हर बाइबल कॉलेज में देखा है। ടീച്ചേഴ്സിനെ നമ്മൾ ബൈബിൾ കോളേജിൽ കണ്ടിട്ടുണ്ട്. हर दुनिया के क्षेत्रों में आप पास्टर्स मिनिस्ट्री देखते हैं। പാസ്റ്ററൽ മിനിസ്ട്രി സഭകളിൽ നമ്മൾക്കറിയാം. हर घर घर में हर स्ट्रीट में एवेंजलिस्ट दिखाई देंगे। ഇവാഞ്ചലിസ്റ്റിനെ നമുക്ക് ഭവനങ്ങളിലും സുവിശേഷകന്മാരെ പലയിടത്തും കാണാം. परंतु दुनिया इन दो सेवाओं को भूलते रही है। എങ്കിലും പലപ്പോഴും ഈ രണ്ട് ശുശ്രൂഷകളെ ലോകം और മറന്നുപോയി. बहुत कम ये दो सेवाएं देखी गई ഈ हैं। രണ്ട് ശുശ്രൂഷകൾ വളരെ ചുരുക്കമായ ये जो കാണുവാനുള്ളൂ. इंडेक्स फिंगर है वो है प्रॉफिट, ഈ ചൂണ്ടുവിരൽ പ്രവചന ശുശ്രൂഷയെ കാണിക്കുന്നു. और ये जो थंब है वो है अपोस्टल। ഈ തള്ളുവിരൽ ഇത് അപ്പോസ്തലിക ശുശ്രൂഷയെ ചിത്രീകരിക്കുന്നു. परमेश्वर सारी दुनिया की कलीसिया को प्रॉफिट एंड एपोस्टल को, जो जैतून के दो पेड़ हैं उनको सारे संसार की कलीसिया के ऊपर भेजेगा। ഈ രണ്ട് വൃക്ഷങ്ങൾ ഒലിവ് വൃക്ഷങ്ങളായി അപ്പോസ്തലിക ശുശ്രൂഷയും പ്രാവചനിക ശുശ്രൂഷയും എന്നതുപോലെ ഈ രണ്ട് തലത്തിലുള്ള അഭിഷേകത്തെ ലോകമൊക്കെയുമുള്ള സഭകളുടെ മേൽ ദൈവം പകരുവാൻ സമയമായി വരികയാണ്. बीते 2000 सालों से कहीं ना कहीं प्रॉफिट्स लोगों को मिस करते रहे हैं। 2000 വർഷങ്ങളായി സഭയ്ക്കകത്ത് പ്രവചന ശുശ്രൂഷയുടെ ആഴങ്ങളുടെ അഭാവം കാണുവാൻ हम സാധിക്കും. अपोस्टल को खोते रहे हैं। അപ്പോസ്തലിക ശുശ്രൂഷയുടെ നഷ്ടം മനസ്സിലാക്കി. परंतु जो पुदिया अभिषेकम संसार के ऊपर आने वाला है, ഭൂമിയിൽ വരുന്ന പുതിയ അഭിഷേകത്തിന്റെ उसमें പ്രത്യേകത परमेश्वर अपोस्टल्स एंड प्रॉफिट्स को खड़ा करेगा। അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സ്വർഗ്ഗം ഏൽപ്പിക്കുവാൻ और പോകുന്നു. सारे भारत और देश विदेश की यात्राओं के बाद पता चल रहा है, നമ്മുടെ രാജ്യത്തിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് कलीसिया के अंदर कुछ चुने हुए लोग परमेश्वर के चरणों में बड़े उपवास और प्रार्थना के साथ बैठे हुए हैं। ലോകത്തിലൊക്കെയും സഭകൾക്കകത്ത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആൾക്കാർ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ കാത്തിരിക്കുകയാണ്. बेंगलोर आने से पहले हम 2 दिन जो है गोवा में थे। ബാംഗ്ലൂരിൽ വരുന്നതിന് മുമ്പ് 2 ദിവസം ഗോവയിലായിരുന്നു. भारत से 4-5 लोग इकट्ठे होकर के हम प्रार्थना कर रहे ഈ थे। രാജ്യത്തിന്റെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിന്നും ഞങ്ങൾ ഒരുമിച്ച് प्रभु വന്ന് അവിടെ तू भारत के बारे പ്രാർത്ഥിക്കുകയായിരുന്നു. में दर्शन दे दे। കർത്താവേ രാജ്യത്തെക്കുറിച്ചുള്ള ദർശനം തരണം. एक भाई हमारे पास में गुजरात से आए थे। ഗുജറാത്തിൽ നിന്ന് ഒരു സഹോദരൻ വന്നിരുന്നു. आज से 5वें दिन पहले वे 100 days कंप्लीट किए विदाउट फूड। 100 ദിവസം ആഹാരമില്ലാതെ ഉപവസിച്ച് ആ പ്രാർത്ഥിച്ച ഒരു ദൈവദാസൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. नो फूड। 100 ദിവസം ആഹാരം കഴിക്കാതെ. 105 and 6 days आज कंप्लीट हो गए हैं। ഇന്ന് ഒരു പക്ഷേ 105 106 ദിവസം आज आप लोग 40 दिन उपवास करने में हम थक जाते हैं। നമ്മൾ 40 ദിവസം ഉപവസിക്കുമ്പോൾ ക്ഷീണിച്ചു പോകും. 106 days without food। 106 ദിവസമായി ആഹാരം കഴിക്കാതെ Such a way ഉപവസിക്കുന്നു. God is preparing the prophets and apostles। ചില പ്രവാചകന്മാരെ ചില അപ്പോസ്തലന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. चारों तरफ धरती के अंदर में ऐसे लोग तैयार हो रहे हैं ലോകത്തിന്റെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ദൈവം ആൾക്കാരെ जो एक എഴുന്നേൽപ്പിക്കുന്നു. बड़े क्रांतिकारी अभिषेक की कल्पना कर रहे हैं। അവർ വിപ്ലവകരമായ ഒരു വലിയ ദൈവ പ്രവൃത്തിക്കായി ഒരുങ്ങി വരികയാണ്. और ऐसे लोग भारत के अंदर में बहुत जल्दी खड़े होने वाले हैं, ഇങ്ങനെ അനേകർ ഭാരതത്തിന്റെ മുഖത്ത് എഴുന്നേൽക്കുവാൻ जो സമയമായി भारत വരുന്നു. के अंदर में उथल पुथल करने का कारण बन അവർ जाएंगे। ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിക്കായി ഭാരതത്തിലേക്ക് कुछ വരും. apostles and prophets खड़े होंगे ചില അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. जिनके अम्ब्रेला से भारत के अंदर में एक ऐसी जागृति शुरू हो जाएगी। അവരുടെ ശുശ്രൂഷയുടെ മുഖത്ത് ഭാരതത്തിൽ വലിയൊരു ദൈവവേല ആരംഭിക്കും. हमारे देश ने जो कभी नहीं सोचा था वो 2018, 19, 20 के अंदर में दिखाई देने लगेंगे। 2017, 18, 19, 20, 2020 മുൻപ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വലിയ പ്രവൃത്തികൾ ദൈവം ഈ ദേശത്ത് ചെയ്തെടുക്കും. 2017 के अगस्त के बाद में बहुत से लोगों के ऊपर में आउटस्टैंडिंग अनॉइंटिंग आना शुरू हो जाएगा। 2017 ഓഗസ്റ്റ് മാസം കഴിയുമ്പോഴത്തേക്ക് ചിലരുടെ മേൽ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത അഭിഷേകത്തിന്റെ വലിപ്പത്താൽ ദൈവം ഈ ദേശത്ത് ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. परंतु जुलाई और अगस्त के अंदर में भारत के अंदर में कलीसिया के ऊपर में सताव भी शुरू हो जाएगा। ജൂലൈയും ഓഗസ്റ്റിനും ഇടയിൽ ഈ രാജ്യത്തിൽ തന്നെ ഭാരതത്തിലുള്ള ദൈവസഭയുടെ മേൽ വലിയ ആക്രമണങ്ങൾ നടക്കും. 2018 में कलीसियाओं को बहुत तकलीफ से होकर गुजरना पड़ेगा। 2018 സഭകൾക്കകത്ത് വലിയ പീഡകൾ ഉയരും. ये कलीसिया के लिए प्रसव पीड़ा है। ഇത് സഭകൾക്ക് പ്രസവ വേദനയായി. और जब प्रसव वेदना कलीसिया को होने लगेगी, ഈ വേദന വരുമ്പോൾ तब हम हीलिंग्स एंड डिलीवरेंस की परवाह नहीं करेंगे। അപ്പോൾ നമ്മൾ രോഗസൗഖ്യത്തിനായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ हम अपने जीवन की तैयारी करेंगे। നമ്മൾ നമ്മുടെ ജീവിതത്തെ हे प्रभु तू कहां ഹേ है? കർത്താവേ അങ്ങ് എവിടെയാണ്? जब चाइना टॉर्चर से होकर के चल रहा ചൈന था, പീഡയിൽ കൂടെ പോയപ്പോൾ हर एक विश्वासी कह रहे थे, വിശ്വാസികൾ കൂട്ടമായി प्रभु പറഞ്ഞത് तू
कब आएगा? കർത്താവേ നീ എപ്പോൾ മടങ്ങി വരും? हम तेरे साथ जाने के लिए तैयार ഞങ്ങൾ हैं। അങ്ങയോട് ചേർന്ന് മടങ്ങി വരുവാൻ തയ്യാറാണ്. आज कलीसिया को दुख उठाने के लिए तैयार हो जाने की जरूरत ഇന്ന് है। സഭ ഒരു വലിയ ഒരുക്കമുണ്ടാകട്ടെ സഭയുടെ മുൻപിൽ. 2017 के आखिरी के पहले वर्ल्ड वाइड क्रिश्चियनिटी के ऊपर में समस्याएं होने की संभावना है। 2017 അവസാനിക്കുന്നതിന് മുൻപേ ലോക ആഗോള വ്യാപകമായി സഭയ്ക്ക് വിരോധമായി പീഡനം ഉയരുവാൻ പോകുകയാണ്. परमेश्वर अपने लोगों को शहीदी लिस्ट में लाके खड़ा कर रहा है। ദൈവം തന്റെ ജനത്തെ ഒരുക്കിക്കൊണ്ടുവരികയാണ്. ये धरती संतों का खून पी पी करके परमेश्वर के न्याय को जगा रही है। വിശ്വാസികളുടെയും വിശുദ്ധന്മാരുടെയും രക്തം കുടിച്ചു കുടിച്ച് ഈ ഭൂമി ദൈവത്തിന്റെ ന്യായവിധിക്കായി തന്നെ തന്നെ ഒരുക്കുകയാണ്. और जितना ज्यादा मसीही लोग सताए जाएंगे, അധികം വിശ്വാസികൾ പീഡിക്കപ്പെടുന്നു. मसीहियों के अंदर में संतों के पैदा होने का समय आ जाएगा। വിശ്വാസികളുടെ ഇടയിൽ വിശുദ്ധന്മാർ എഴുന്നേൽക്കുവാൻ പോകുകയാണ്. और जब वे प्रोसिक्यूशन से होकर के അവർ जाएंगे, പീഡയിൽ കൂടെ കടക്കുമ്പോൾ इसी साल 2017 के दिसंबर तक हमारे देश में ऐसे कानून होंगे जो हमारे लिए मुसीबत का विषय बन जाएंगे। 2017 അവസാനിക്കുന്നതിന് മുൻപേ നമ്മുടെ രാജ്യത്തിൽ തന്നെ നിയമങ്ങൾ വരികയും നമുക്ക് മുന്നേറുവാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരികയും ചെയ്യും. धरती में परमेश्वर एपोस्टल्स लोगों को खड़ा कर ഈ रहा है। ഭൂമിയിലൊക്കെയും ദൈവം അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. जब लोग यीशु के आगमन के लिए तैयार हो जाएंगे, യേശുവിന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, तब ये फ्रेश अनॉइंटिंग बहेगी। അപ്പോൾ ഒരു പുതിയ അഭിഷേകത്തിന്റെ പകർച്ച ഉണ്ടാകും. लोग कहेंगे, प्रभु मुझे तेरे समान बना दे, കർത്താവേ അങ്ങേ പോലാകുവാൻ ഞങ്ങളെ मैं സഹായിക്കണമേ. तेरे समान होना चाहता ഞാൻ അങ്ങേ हूं। പോലാകുവാൻ ആഗ്രഹിക്കുന്നു. तब वो जागृति जो आएगी लोगों के हृदय को यीशु के समान बदल देगी। ആ വരുന്ന ഉണർവിൽ കർത്താവിനെ പോലാകുവാനുള്ള ഒരു വെമ്പൽ ജനത്തിന്റെ അകത്ത് लोग വന്നിരിക്കും. विश्वास अकेला नहीं करेंगे, ജനം വിശ്വസിക്കുക മാത്രമല്ല वरन ट्रांसफॉर्मेशन शुरू हो അവർ जाएगा। രൂപാന്തരപ്പെടുവാൻ ആരംഭിക്കും. लोग मसीह के समान चलना शुरू कर അവർ देंगे। കർത്താവിനെ പോലെ ചലിക്കുവാൻ एक ആരംഭിക്കും. छोटा सा विजन बता के समाप्त ഞാനൊരു ചെറിയ करें। ദർശനം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1993 में जब हम केरल की तीसरी यात्रा में थे, 1993 ഞാൻ കേരളത്തിൽ മൂന്നാമത്തെ പ്രാവശ്യം तब ശുശ്രൂഷിക്കാൻ परमेश्वर പോകുമ്പോൾ ने हमें एक विजन लेके गया। ദൈവം എനിക്കൊരു ദർശനം നൽകി. हम आकाश में भारत का नक्शा देख रहे हैं। ഞാൻ ആകാശത്തു നിന്നും ഭാരതത്തിന്റെ മാപ്പ് കാണുകയാണ്. ठीक सेंटर से एक तेल का सोता फूट के निकल गया। അതിന്റെ മധ്യഭാഗത്തുനിന്ന് എണ്ണയുടെ ഒരു വലിയ ഉറവ वो പൊട്ടിപ്പുറപ്പെടുന്നു. मुंबई, कलकत्ता और दिल्ली और दक्षिण भारत की ओर बह അത് रहा है। ഭാരതത്തിന്റെ വ്യത്യസ്ത പട്ടണങ്ങളിലേക്കും വ്യത്യസ്ത ദിശകളിലേക്കും പോകുന്നത് ഞാൻ और കണ്ടു. हम नीचे खड़े हुए थे। ഞാൻ കാണുകയാണ്. उसमें से 2 बूंद तेल हमारे चेहरे पर गिरा। അതിൽ നിന്നും 2 തുള്ളി എണ്ണ എന്റെ മുഖത്ത് വീണു. उस समय हम केरल में जाकर के परमेश्वर का वचन कह ആ गए। സമയം ഞാൻ കേരളത്തിൽ ദൈവവചനം परमेश्वर ശുശ്രൂഷിക്കുകയായിരുന്നു. का दास मध्य प्रदेश से 2 बूंद तेल लेके आया है। ദൈവത്തിന്റെ ദാസൻ മധ്യപ്രദേശിൽ നിന്നും 2 തുള്ളി എണ്ണയുമായി വന്നിട്ടുണ്ട്. और उस मीटिंग में मैथ्यू क्रुएल्ला को परमेश्वर ने खड़ा किया। ആ മീറ്റിംഗിൽ ദൈവം മാത്യു കുരുളയെ ഏൽപ്പിച്ചു. और कितने लोग आशीष पाए हैं ये बताने की आवश्यकता नहीं, എത്ര പേർ അന്ന് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. परंतु बीते दिन में 2017 की जनवरी में परमेश्वर ने याद दिलाया, എങ്കിൽ 2017 ജനുവരി മാസം കർത്താവ് എന്നെ ഓർപ്പിച്ചു, तूने मेरे 2 बूंद तेल का चमत्कार देखा है। നീ എന്റെ 2 തുള്ളി അഭിഷേകത്തിന്റെ അത്ഭുതങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. अभी तो सोता बहने वाला है, ഇപ്പോൾ ഉറവകൾ പൊട്ടിപ്പുറപ്പെടുവാൻ जो मुंबई की പോകുകയാണ്. तरफ जाएगा, അത് മുംബൈയിലേക്ക് कलकत्ता जाएगा, അത് എല്ലാ സ്ഥലത്തേക്കും ചെല്ലും. सेंटर इंडिया में सबसे बड़ा हब होगा जो सारे भारत के लिए जागृति का विषय बनेगा। മധ്യഭാരതത്തിൽ ഭാരതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന വലിയൊരു പ്രവൃത്തിക്കായി ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുവാൻ പോകുകയാണ്. परमेश्वर 4 हब इंडिया में बना रहे हैं। 4 ഹബ്ബുകൾ ദൈവം ഭാരതത്തിൽ एक തുറക്കുകയാണ്. हब कलकत्ता में होगा, ഒരു ഹബ്ബ് കൽക്കത്തയിലായിരിക്കും. दूसरा हब तमिलनाडु और आंध्र प्रदेश के बीच में होगा, 2 ആന്ധ്രാപ്രദേശിന്റെയും തമിഴ്നാടിന്റെയും तीसरा നടുവിലായിരിക്കും. हब गोवा के किनारे होगा, 3ാമത്തേത് और ഗോവയുടെ चौथा അടുക്കിലായിരിക്കും. हब गुजरात और राजस्थान के बीच में 4ാമത്തെ होगा। ഹബ്ബ് ഗുജറാത്തിന്റെയും और രാജസ്ഥാന്റെയും जब ये നടുവിലായിരിക്കും. 4 हब तैयार हो ഈ जाएंगे, 4 മണ്ഡലങ്ങൾ തുറന്നു तब एक കഴിയുമ്പോൾ गोल्डन थ्रोन आकर के इन 4 हबों पर खड़ा हो जाएगा, അപ്പോൾ ഒരു സ്വർണ്ണത്തിന്റെ സിംഹാസനം ഈ 4 ഹബ്ബിന്റെ മേൽ വന്നിരിക്കുവാൻ जिसमें बैठेगा राजाओं का राजा, प्रभुओं का प्रभु। കർത്താതി കർത്താവും വസിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. 2019 के पहले हमारे देश में 20% से लेकर 40% तक के लोग मेरे प्रभु यीशु मसीह के उद्धार के अनुभव को चख चुके होंगे। 2019 മുൻപേ ഇതാ ഭാരതത്തിൽ 20-നും 40-നും ഇടയിൽ ശതമാനത്തിനിടയിൽ ആൾക്കാർ യേശുവിനെ അംഗീകരിച്ചവരായി മാറുവാൻ പോകുകയാണ്. आने वाले 2019 के इलेक्शन में हम उद्धार पाए हुए लोगों को कैबिनेट में देखेंगे। 2019 ഇലക്ഷനിൽ രക്ഷിക്കപ്പെട്ടവർ ദൈവമക്കൾ ഇലക്ഷനിൽ വരുന്നത് സഭ കാണുവാൻ प्रभु പോകുകയാണ്. अपना राज्य स्थापित करने जा रहा है। ദൈവം തന്റെ രാജ്യത്തെ
ഉറപ്പിക്കുവാൻ उसकी പോകുകയാണ്. सामर्थ्य apostolic and prophetical anointing के द्वारा सारे भारत के ऊपर में कवर कर रही है. തന്റെ അഭിഷേകം അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ശുശ്രൂഷ മുഖാന്തരം രാജ്യത്തെ നിറയ്ക്കുവാൻ പോകുകയാണ്. वो गोल्डन ऑयल प्रोडक्ट होने वाला है. ആ ഗോൾഡൻ ഓയിൽ പുറത്തു വരുവാൻ പോകുകയാണ്. 2 golden pipe, 2 ഗോൾഡൻ പൈപ്പുകൾ, 2 type of golden oil. 2 തരത്തിലുള്ള ഗോൾഡൻ ഓയിൽ. Apostolic anointing and the prophetical anointing is going to be poured upon the church. അപ്പോസ്തലിക അഭിഷേകവും പ്രാവചനിക അഭിഷേകവും സഭയുടെ മേൽ പകരപ്പെടുവാൻ This is പോകുന്നു. our time. ഇത് നമ്മുടെ സമയമാണ്. परमेश्वर का राज्य अब शुरू होने वाला है. ദൈവത്തിന്റെ രാജ്യത്തിന്റെ അടുത്ത തലത്തിലേക്ക് കടക്കുവാൻ സമയമായി. परंतु എങ്കിലും लेबर पेन के लिए भी तैयार रहिएगा. ലേബർ പെയിനായും ഒരുങ്ങുവാൻ തയ്യാറായിക്കോണം. परंतु जो अभिषिक्त लोग हैं അഭിഷക്തന്മാരോ उनका कोई कुछ नहीं कर सकता. ആരും അവരെ തൊടുകയില്ല. जो 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 विश्वासी लोग लंगड़ के चल रहे ഈ हैं മുടന്തി നടക്കുന്ന വിശ്വാസികൾ उनको फटके मार के बोलेगा ठीक से चलो. അവർക്ക് അടികിട്ടി അവരോട് പറയും നേരെ നടക്കണം. ये ईमानदारों के लिए नहीं होगी. ഇത് വിശ്വസ്തന്മാർക്ക് വേണ്ടിയുള്ളതല്ല. जो लोग मिंगल होकर के चल रहे അവർ हैं ഇടകലർന്നു പോയ ജാതികളെ പോലെ उनको ജീവിക്കുന്നവർ. सही रास्ते पर चलने के लिए അവർ നേരുള്ള होगी. വഴിയിൽ നടക്കുവാൻ ഒരു അടി വരുന്നുണ്ട്. प्रोसिक्यूशन हमको सपोर्ट करेगा പീഡ നമ്മളെ സഹായിക്കുകയുള്ളൂ. कि हम परमेश्वर के पास चले നമ്മൾ जाएं. കർത്താവിനോട് അടുക്കുവാൻ ഇടയാകും. जब हमको लेबर पेन होगा ആ പ്രസവ വേദന വരുമ്പോൾ हमको अच्छा नहीं लगेगा. നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. परंतु जब हम अपनी बेबी को देखेंगे എങ്കിലും ശിശുവിന്റെ മുഖം सारा കാണുമ്പോൾ प्रसव पीड़ा भूल जाएंगे. എല്ലാ വേദനയും മറക്കുവാൻ ഇടയാകും. 2020 तक हजारों की संख्या में लोग सारे विश्व के अंदर मेरे प्रभु की आराधना इसलिए नहीं कि तू मुझे डिलीवरेंस देगा और चंगाई देगा, इसलिए नहीं, पर इसलिए कि प्रभु मुझे तेरे समान बना ले. 2020 ആകുമ്പോഴത്തേക്ക് ജനകോടികൾ യേശുവിന്റെ മുൻപിൽ വരുവാൻ കാര്യം അവർ വിടുതലും അവർ അനുഗ്രഹവും പ്രതീക്ഷിച്ചല്ല, പകരം കർത്താവേ അങ്ങേ പോലാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. भारत के ऊपर 2017 में एक छोटा सा बादल दिखाई दे रहा है. ഈ 2017 ഭാരതത്തിന്റെ മുകളിൽ ഒരു ചെറിയ മേഘം इसी समय കാണുന്നു. आप उसका अभिषेक सेंस करना शुरू कर ഈ देंगे. സമയം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അഭിഷേകം തിരിച്ചറിയും. हम आपके लिए 2 मिनट प्रार्थना में 2 समय നിമിഷം ഞാൻ गुजारेंगे നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ और इसी ആഗ്രഹിക്കുന്നു. समय आप फील करेंगे एलिया और मोसे हमारे बीच में खड़े हुए हैं. ഏലിയാവും മോശയും ഞങ്ങളുടെ നടുവിലുണ്ട് എന്നുള്ള അഭിഷേകത്തിന്റെ യാഥാർത്ഥ്യം ये തിരിച്ചറിയുന്നത് कोई പോലെ व्यक्ति नहीं है, ഇതൊരു വ്യക്തിയല്ല, वरन ये अभिषेक ഇത് है. അഭിഷേകമത്രേ. Apostolic anointing and the prophetical ഇത് anointing. അപ്പോസ്തലിക അഭിഷേകവും പ്രാവചനിക वो അഭിഷേകവും आपका इंतजार कर रहा അത് है. നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. मेरा हाथ थाम लो, നമ്മൾ ബലമുള്ള मेरा ഭുജത്താൽ हाथ थाम लो, ബലമുള്ള मैं ഭുജത്താൽ तुम्हारा हाथ थाम लूंगा. ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കും. हम 1 मिनट के लिए अपनी जगह में खड़े हो അവരവരുടെ जाएंगे. സ്ഥാനങ്ങളിൽ और എഴുന്നേറ്റ് जितने നിന്നാലും लोग जहां कहीं भी इस समय परमेश्वर के वचन को टीवीज में देख रहे हैं, ഇന്ന് വ്യത്യസ്ത മീഡിയകളിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുകയും इसी ആരാധനയിൽ समय പങ്കെടുക്കുന്നവരും आप अपने कमरे के अंदर और आप अपने टेलीविजन के सामने बैठे हुए परमेश्वर की सामर्थ का एहसास करना शुरू करेंगे. നിങ്ങൾ നിങ്ങളുടെ മുറിക്കകത്ത് കമ്പ്യൂട്ടറിന്റെ മുൻപിലോ ടെലിവിഷന്റെ മുൻപിലോ ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും തിരിച്ചറിയുവാൻ जहां പോകുകയാണ്. कहीं भी है अभिषेक पाने के लिए तैयार हो जाए. ആയിരിക്കുന്നിടത്ത് അഭിഷേകം പ്രാപിക്കുവാൻ अब वो തയ്യാറായിക്കൊള്ളൂ. सोता फूट कर निकलने वाला है, ഉറവ പൊട്ടി പുറപ്പെടുവാൻ പോകുകയാണ്. जो सारी दुनिया को यीशु के आगमन के लिए तैयार യേശു करेगा. കർത്താവിന്റെ മടങ്ങിവരവിനായി ജനത്തെ ഒരുക്കുന്ന ഒരു പ്രവൃത്തി. थैंक यू जीसस, നന്ദി യേശുവേ, थैंक यू നന്ദി जीसस. യേശുവേ. ये आपका वचन ഇത് है. അങ്ങയുടെ വചനമത്രേ. दिस इज योर डिवाइन प्लान ഇത് लॉर्ड. ദിവ്യ പദ്ധതി അത്രേ. ये मैन मेड डॉक्ट्रिन एंड मैन मेड माइंड മനുഷ്യന്റെ नहीं ഉപദേശവും है. മനുഷ്യന്റെ This is പ്രവൃത്തിയുമല്ല. your heartbeat, ഇത് അങ്ങയുടെ Lord. ഹൃദയത്തിന്റെ സ്പന്ദനമത്രേ. According to your heartbeat, അങ്ങയുടെ pour thy ഹൃദയത്തിന്റെ anointing സ്പന്ദനം upon പോലെ thy അങ്ങയുടെ people. അങ്ങയുടെ ജനത്തെ Release thy അയക്കണമേ. power right അങ്ങയുടെ ശക്തി now. അയക്കണമേ എന്ന് Release the പ്രാർത്ഥിക്കുന്നു. power of God. അങ്ങയുടെ ശക്തി അയച്ചാലും Oh, स्वर्ग खुल जाए, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ स्वर्ग खुल जाए, സ്വർഗീയ കവാടങ്ങൾ स्वर्ग खुल जाए. സ്വർഗീയ കവാടങ്ങൾ एलिया का अभिषेक, एलिया का अभिषेक, मूसा का अभिषेक മോശയുടെ അഭിഷേകം अनेक के ऊपर उतर आए. लोग जहां कहीं तेरा वचन देख रहे हैं, ജനം അത്ഭുതങ്ങൾ കാണട്ടെ. तेरी महिमा उतरे. മഹത്വം കാണട്ടെ. Pour thy anointing. അങ്ങയുടെ അഭിഷേകം Fill കാണട്ടെ. with them, O Lord, with the fresh ജനത്തെ anointing. അഭിഷേകത്താൽ നിറച്ചാലും And we are expecting the divine encounter, Lord. അങ്ങയിൽ നിന്നും ഞങ്ങൾ ചിലതൊക്കെ तेरी പ്രതീക്ഷിക്കുന്നു. महिमा उतर അങ്ങയുടെ आए, മഹത്വം तेरी വരട്ടെ. महिमा उतर आए. അങ്ങയുടെ മഹത്വം വരട്ടെ. भर दे तेरी सामर्थ അങ്ങയുടെ से. സഭയെ നിറച്ചാലും फायर बैप्टिज्म हो जाए, തീയാലുള്ള അഭിഷേകം, अग्नि का अभिषेक हो जाए. തീയാലുള്ള അഭിഷേകം. थैंक यू നന്ദി जीसस, യേശുവേ. तेरी सामर्थ के लिए धन्यवाद. അങ്ങയുടെ ശക്തിക്കായി നന്ദി. अब तक हमने पवित्र आत्मा का बपतिस्मा पाया है, ഇതുവരെ ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം परंतु अब പ്രാപിച്ചു. आप हमें अग्नि का बपतिस्मा दे ഇപ്പോൾ रहे അങ്ങയുടെ हैं. അഗ്നിയാലുള്ള അഭിഷേകത്താൽ നിറച്ചാലും थैंक यू जीसस, നന്ദി യേശുവേ. यीशु के नाम से യേശുവിൻ നാമത്തിൽ അത്രേ. Amen. ആമേൻ.